ദുബായിൽ നിന്നും തിരുവനന്തപുരത്തേക്കുള്ള വിമാനം അനിശ്ചിതമായി വൈകുന്നു. രാവിലെ 6:05 പുറപ്പെടേണ്ടിയിരുന്ന എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനം ഇതുവരെ പുറപ്പെട്ടിട്ടില്ല. IX-530 വിമാനമാണ് അനിശ്ചിതമായി വൈകുന്നത്. വിവരങ്ങളുമായി ജമാൽ ചേരുന്നുണ്ട് ദുബായിൽ നിന്നും. ജമാൽ, എന്താണ് ഈ വിമാനം വൈകുന്നതിന് കാരണമായി എയർ ഇന്ത്യ അധികൃതർ പറയുന്നത്? എത്ര ആളുകളാണ് വിമാനത്തിൽ യാത്ര ചെയ്യാനുള്ളത്? സിജു, ഇന്ന് പുലർച്ചെ തിരുവനന്തപുരത്ത് നിന്ന് ദുബായിലെത്തി പിന്നീട് തിരുവനന്തപുരത്തേക്ക് പോകേണ്ട വിമാനമാണ് അനിശ്ചിതമായി വൈകുന്നത്. ഈ വിമാനം മോശം കാലാവസ്ഥ മൂലം റാസൽ ഖൈമയിലാണ് ഇറക്കിയതെന്നാണ് എയർ ഇന്ത്യ അധികൃതർ എക്സ്പ്രസിന് നൽകുന്ന വിശദീകരണം. പക്ഷേ ഇക്കാര്യം യാത്രക്കാരെ വളരെ വൈകി മാത്രമാണ് അറിയിച്ചത്. യാത്രക്കാർ വിമാനത്താവളത്തിലെത്തി ബോർഡിംഗ് പാസ് എടുത്ത് വിമാനം കയറാൻ കാത്തു നിൽക്കുമ്പോഴാണ് വിമാനം വൈകിയ കാര്യം യാത്രക്കാരെ അറിയിക്കുന്നത്. ഇതുവരെ അവർക്ക് മതിയായ സൗകര്യങ്ങളൊന്നും തന്നെ അധികൃതർ നൽകിയിട്ടില്ല. 150ഓളം യാത്രക്കാരാണ്, കുട്ടികളും സ്ത്രീകളും ഉൾപ്പെടെ 150ഓളം യാത്രക്കാരാണ് ഇപ്പോൾ വിമാനത്താവളത്തിലുണ്ട്. അവർ നേരത്തെ തന്നെ പുലർച്ചെ തന്നെ ഏതാണ്ട് 1 മണിയോടുകൂടി തന്നെ ഈ വിമാനത്താവളത്തിൽ എത്തിയതാണ്. പക്ഷേ ഇപ്പോൾ വിമാനം അനിശ്ചിതമായി വൈകുന്നു. 11 മണിയോടുകൂടി പുറപ്പെടും എന്ന ഒരു വിവരം മാത്രമാണ് ഈ യാത്രക്കാർക്ക് ലഭിച്ചിട്ടുള്ളത്. പക്ഷെ അത് തന്നെ പുറപ്പെടുമോ എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. എന്തായാലും 150ഓളം യാത്രക്കാർ ഇപ്പോൾ വിമാനത്താവളത്തിൽ തന്നെ കുടുങ്ങി ഇരിക്കുകയാണ്. ഇവർക്ക് വെള്ളമോ അല്ലെങ്കിൽ ഭക്ഷണമോ മറ്റുള്ള തരത്തിലുള്ള എന്തെങ്കിലും സൗകര്യമോ ഒന്നും തന്നെ അധികൃതർ നൽകിയില്ല എന്നും യാത്രക്കാർ പരാതിപ്പെടുന്നുണ്ട്. ശരി, ജമാലാണ് ദുബായിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിയത്. രാവിലെ 6:05 പുറപ്പെടേണ്ടിയിരുന്ന എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനം ദുബായിൽ നിന്ന് പുറപ്പെടേണ്ടിയിരുന്നത് ഇതുവരെ പുറപ്പെട്ടിട്ടില്ല. IX-530 വിമാനമാണ് അനിശ്ചിതമായി വൈകുന്നത്. യാത്രക്കാർക്ക് ആവശ്യമായ ക്രമീകരണങ്ങൾ പോലും ഏർപ്പെടുത്തിയിട്ടില്ലെന്ന ആരോപണങ്ങൾ കൂടി ഉയരുകയാണ്.